ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏത് ചാപ്റ്ററാണ്? അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻസ് ആണ്. അതിനകത്ത് ഇപ്പം നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത്? ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 50 മീറ്റേഴ്സ്. പെരിമീറ്റർ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 50 മീറ്റർ ആണെന്ന് പറയുന്നുണ്ട്, 50 മീറ്റേഴ്സ്. ആൻഡ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ്, ഒരു സൈഡിൻ്റെ ലെങ്ത് എത്രയാണ്? 5 മീറ്ററുമാണ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ അതർ സൈഡ്? ഓക്കെ, പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഒരു റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഇതാണ്, ഇതിനൊരു ലെങ്ത് ഉണ്ട്, വലിയ സൈഡ് ലെങ്ത്തും കുഞ്ഞ് സൈഡ് എന്താണ്? അത് ബ്രെഡ്ത്തും ആണ്. അപ്പം ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു L പ്ലസ് ബി, 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത്. ഓക്കെ, അതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 2L പ്ലസ് 2B, അതിനെ കുഞ്ഞാക്കി എഴുതുന്നതാണ് ഈ ഫോം. ഇതാണ് ഈസി. 2 ഇൻറ്റു L പ്ലസ് ബി ആണ് എന്ത്? പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിളിൻ്റെ ഇക്വേഷൻ. പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിളിൻ്റെ ഇക്വേഷൻ എന്താണ്? 2 ഇൻറ്റു L പ്ലസ് ബി. അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നെയാണ്? പെരിമീറ്റർ എന്താണെന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കി എഴുതണം. സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻസ് ആണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എന്ത് സെൻറ്റൻസ് കിട്ടിയാലും നമ്മളത് ഇക്വേഷൻസ് ആക്കി മാറ്റണം. അപ്പോൾ പെരിമീറ്റർ ഈക്വൽ ടു 2 ഇൻറ്റു L പ്ലസ് ബി ഈക്വൽ ടു എത്രയാണ് തന്നിരിക്കുന്നത്? 50 മീറ്റേഴ്സാണ് തന്നത്, 50 മീറ്റേഴ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് എന്താ തന്നത്? ഒരു ലെങ്ത് ഓഫ് വൺ സൈഡ് ഈസ് 5 മീറ്റേഴ്സ്, ഒരു ലെങ്ത്ത്. അപ്പോൾ നമുക്ക് L എന്താക്കി എടുക്കാം? 5 മീറ്റേഴ്സ് ആക്കി എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ 2 ഇൻറ്റു L പ്ലസ് ബി ഈക്വൽ ടു 50 എന്നുള്ളതിൽ ഈ 2നെ നമുക്ക് ഇക്വേഷൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തേക്ക് ഡിവിഷൻ, ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. പോസിറ്റീവ് സൈൻ, അതായത് അഡീഷൻ ഉള്ളത് പുറത്തേക്ക്, ഈക്വൽ ടുവിൻ്റെ പുറത്തേക്ക് പോകുമ്പം സബ്ട്രാക്ഷൻ ആവും. അതായത് പ്ലസ് മൈനസ് ആവും, മൈനസ് പ്ലസ് ആവും, ഡിവിഷൻ എന്താവും? ഇൻറ്റു ആവും, ഇൻറ്റു എന്താവും? ഡിവിഷൻ ആവും. ഓക്കെ, മൈനസ് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ആവും, പ്ലസ് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആവും, ഇൻറ്റു ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പം ഡിവിഷൻ ആവും, ഡിവിഷൻ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻറ്റു ആവും. ഓക്കെ, അപ്പോൾ ഈ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നോക്കി വെക്കണം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഉണ്ടാക്കാം. എന്താണ് ഇപ്പം ഈ രണ്ടിന് നമുക്ക് ഈ ബ്രാക്കറ്റ് ഇട്ടാൽ എന്താണ്? 2 ഇൻറ്റു L പ്ലസ് 2 ഇൻറ്റു ബി ആണ്. അപ്പോൾ ഈ 2 രണ്ടിനും കോമൺ ആണ്. ഈ 2ന് നമുക്ക് L പ്ലസ് ബി ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ ഇത് ഇൻറ്റു ആണ് ഇവിടെ, അല്ലേ? ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെന്ന്. അപ്പോൾ ഈ 2ന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പം ബൈ 2 ആവും, അതിവിടെ ഡിവിഷനായി. അങ്ങനെ 50/2 എത്രയാണ്? 25. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? L പ്ലസ് ബി ഈക്വൽ ടു 25 എന്ന് കിട്ടി. ഇനി നമുക്ക് തന്നൊരു സാധനം, ഇത് നമ്മുടെ 1ാമത്തെ ഇക്വേഷൻ, ഇത് 2 ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ L ഈസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് 5 പ്ലസ് ബി ഈസ് ഈക്വൽ ടു 25 ആക്കുകയാണെന്നുണ്ടെങ്കിൽ ബി ഈസ് ഈക്വൽ ടു എന്താണ്? 5ന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുക. 5ൻ്റെ മുന്നിൽ എന്താണ്? ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ മുന്നിൽ പോസിറ്റീവ് സൈൻ ഉണ്ടെന്നാണ്. അപ്പോൾ ആ പോസിറ്റീവ് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ അത് മൈനസ് ആവും. അപ്പോൾ 25 മൈനസ് 5 ഈക്വൽ ടു 20. അപ്പോൾ എന്താ നമുക്ക് കിട്ടിയത്? ബി ഈക്വൽ ടു 20 കിട്ടി, അല്ലേ? വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് അതർ സൈഡ്? അതർ സൈഡ് എന്ന് വെച്ചാൽ ബി എന്താണ് കിട്ടിയത്? 20 ആണെന്ന് കിട്ടി. അങ്ങനെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇവിടെ കഴിഞ്ഞു. സെക്കൻഡത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. വെൻ അനിത ആൻഡ് ഹെർ ഫ്രണ്ട് ബോട്ട് 5 പെൻസ് ടുഗദർ, 5 പെൻ ഒരുമിച്ച് വാങ്ങി. അപ്പം അവർക്ക് ദേ ഗോട്ട് എ റിഡക്ഷൻ ഓഫ് 3 rupees ഇൻ ദ പ്രൈസ്. 5 പെൻ അവർ ഒരുമിച്ച് വാങ്ങിയപ്പം 3 രൂപ അവർക്ക് കുറവ് കിട്ടി, അതായത് 3 രൂപ കുറച്ച് കൊടുത്തു. ടോട്ടൽ കോസ്റ്റ് വാസ് 32 rupees. അങ്ങനെ ഒരു കയ്യിൽ നിന്ന് ആ കടക്കാരൻ എത്ര ടോട്ടൽ വാങ്ങിയത്? 32 rupees വാങ്ങിയത്. അങ്ങനെയാണെങ്കിൽ ആഡ് ദി ബോട്ട് പെൻസ് ഇൻഡിവിജ്വലി ഹൗ മച്ച് വുഡ് ബി ഇറ്റ്സ് കോസ്റ്റ്? ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലായത്? അനിതയും അവളുടെ ഫ്രണ്ട്സും കൂടെ ഒരു കടയിൽ പോയി. അവിടെ നിന്ന് അവർ 5 പെന്ന് വാങ്ങി. ആ 5 പെന്ന് വാങ്ങിയപ്പം കടക്കാരൻ അവർക്ക് 3 രൂപ കുറച്ചിട്ടാണ് കൊടുത്തത്. അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് കടക്കാരൻ 32 രൂപയാണ് വാങ്ങിയത്. അങ്ങനെയാണെങ്കിൽ അവർ ഓരോരുത്തരും പെന്ന് ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് വാങ്ങിയത്. 5 പെന്ന് ഒരുമിച്ച് വാങ്ങിയിട്ടില്ല, ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോരുത്തരും ഓരോ പെന്ന് ഒറ്റയ്ക്കാണ് വാങ്ങിയതെങ്കിൽ എത്രയായിരിക്കും പൈസയാവുകയെന്ന്? ഓരോ പെന്നിനും എത്രയാണ് പൈസയാവുകയെന്ന്? അങ്ങനെയാണെങ്കിൽ അനിതയും അവളുടെ ഫ്രണ്ട്സും, അല്ലേ, 5 പെന്ന് ഒരുമിച്ച് വാങ്ങിയപ്പം അവർക്ക് 3 രൂപ കുറവ് കിട്ടി. അപ്പം 5 പെന്നിന് ഒരു കൊടുത്ത പൈസ എത്രയാണ്? 32 ആണ്. അതിൽ 3 രൂപ കുറച്ചിട്ടാണ് കടക്കാരൻ കൊടുത്തത്. അപ്പോൾ 5 പെന്നിൻ്റെ ഒറിജിനൽ പ്രൈസ് എത്രയാണെന്നാണ് പറയുന്നത്? 3 രൂപ കുറച്ചിട്ടല്ലേ ടോട്ടൽ 32 വാങ്ങിയത്. അപ്പോൾ 5 പെന്നിൻ്റെ ടോട്ടൽ പൈസ എത്രയാണ്? 32 പ്ലസ് 3, അതായത് 5 പെന്നിൻ്റെ ടോട്ടൽ പൈസ എത്രയാണ്? 35 ആണ്. അപ്പം
5 പെന്ന് ഇസ് ഈക്വൽ ടു 35 ആണെന്നുണ്ടെങ്കിൽ ഒരു പെന്നിൻ്റെ പൈസ എത്രയായിരിക്കും? 35/5 ഇസ് ഈക്വൽ ടു 7. ഒരു പെന്നിൻ്റെ പ്രൈസ് എത്രയാണ്? 7 റുപ്പീസ്. ഓക്കെ, ഇപ്പം അവർക്ക് എത്ര പൈസയ്ക്കാണ് കിട്ടിയത് നോക്കാം. അവരോടും ഈ കണ്ടീഷനിൽ എത്ര പൈസയ്ക്കാണ് കിട്ടിയതെന്ന് വെച്ചാൽ 5 പെന്ന് ഇസ് ഈക്വൽ ടു 32. അപ്പം ഒരു പെന്നിന് 32/5. അപ്പോൾ അത് എത്രയായിരിക്കും? 32/5. 6 5s are 30. 2 ഇവിടെ ഉണ്ട്, അപ്പോൾ നമ്മളോട് പോയിന്റ് ഇട്ട് കൊടുക്കണം. 20 എത്ര? 4 5s are 20. 6.4. ഇപ്പോൾ അവർക്ക് ഇത് 6.4 പക്ഷേ ഒറിജിനൽ പ്രൈസ് 7 ആണ്. അപ്പോൾ അവർക്ക് ലാഭമുണ്ട്. എല്ലാം കൂടെ വാങ്ങിയപ്പോൾ 3 രൂപ കുറച്ച് കൊടുത്തു. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ് കേട്ടോ. ഇത് ഞാൻ വെറുതെ കണ്ടുപിടിച്ചത്, അത് വേണമെന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. ഇൻ ഈച്ച് ഓഫ് ദ പ്രോബ്ലം ബിലോ ദ റിസൾട്ട് ഓഫ് ഡൂയിങ് സം ഓപ്പറേഷൻസ് ഓൺ എ നമ്പർ ഈസ് ഗിവൺ. ഫൈൻഡ് ഈച്ച് നമ്പർ. അപ്പം നമുക്ക് എന്തോ ഒരു നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. ഏത് നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്? 3 added to 2 times the number gives 101. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ ഏതാ? ഇവിടെയൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ഈച്ച് നമ്പർ. അപ്പോൾ ഫൈൻഡ് ദ നമ്പർ എന്നുള്ള ക്വസ്റ്റ്യൻ കൂട്ടി വയ്ക്കണം. 3 added to 2 times the number. 3 എന്തിലേക്കോ ഒന്ന് ആഡ് ചെയ്ത്. 3 added to 2 times the number. 2 times എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഇൻറ്റു ആണ്. ടൈംസ് പറഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടത്. ഓക്കെ, അപ്പോൾ 3 ആഡ് ചെയ്ത് ഒരു നമ്പറിലേക്ക്, ആ നമ്പറാണ് നമ്മൾ കണ്ടുപിടിക്കാൻ. നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. അപ്പം 3 added to 2 times a number 2. അപ്പോൾ 2 ഇൻറ്റു എക്സ്, 2x. അതായത് 3 ആഡ് ചെയ്തിരിക്കുന്ന എന്തിൻ്റെ അകത്തേക്ക്? 2 ടൈംസ് നമ്പർ. 2 ടൈംസ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ നമ്മളിവിടെ എക്സ് ആക്കി എടുത്താൽ 2 ടൈംസ് നമ്പറിനോട് 3 ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടിയെന്നാണ് പറയുന്നത്? 101. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഇത് വായിച്ചിട്ട് എഴുതാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഓക്കെ, പിന്നെ എന്താ? പിന്നെ ഇത് പ്ലസ് മൈനസ് പോകുമ്പോൾ അപ്പുറത്തേക്ക് ആവുന്നത് അത് കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇക്വേഷനാണ് നമ്മൾ ഉണ്ടാക്കാൻ പഠിക്കേണ്ടത്. ഓക്കെ, കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. 3 ആഡ് ചെയ്തു, അപ്പോൾ 3 പ്ലസ് ചെയ്തു എന്തിനോട്? 2 ടൈംസ് എ നമ്പർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതി കാണിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ 2 ടൈംസ് എ നമ്പറിനോടാണ് എന്ത് ചെയ്തത്? 3 ആഡ് ചെയ്തത്. ഓക്കെ, ഈക്വൽ ടു 101. ഇപ്പോൾ കുറച്ചുകൂടി സിമ്പിളായില്ലേ? 2 ടൈംസ് നമ്പറിനോട് 3 ആഡ് ചെയ്തു, അപ്പോൾ 101 ആയി. ഇനി 2x ഈക്വൽ ടു ഈ 3 ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ 101 മൈനസ് 3 എത്രയാണ്? 101 മൈനസ് 3 എത്രയാണ്? 101 മൈനസ് 3 എന്ന് വെച്ചാൽ എത്രയായിരിക്കും? 98 അല്ലേ വരിക? ഓക്കെ, 2x ഇസ് ഈക്വൽ ടു 98 ആണല്ലോ. 98. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇവിടെ ഇൻറ്റു ആയിട്ടാണ് കിടക്കുന്നത്. എക്സിനെ 2നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ അത് പോയിട്ട് അടിയിൽ പോവും, ഡിവൈഡ് ആവും. അങ്ങനെയാണെങ്കിൽ ബൈ 2 ഈക്വൽ ടു എത്രയാണ്? 98/2 എത്രയാണ്? 2. 4 2s are 8 അല്ലേ? അപ്പം 118. 9 2s are 18. 0 0 അപ്പോൾ 49. ഓക്കെ, നമ്പർ എത്രയാണെന്നാണ് പറഞ്ഞത്? 49 ആണ് കിട്ടിയത്. ഓക്കെ, ഇനി 2 ആഡഡ് ടു 3 ടൈംസ് നമ്പർ. 3 ടൈംസ് നമ്പർ, അപ്പോൾ 3x. അതിനകത്തേക്ക് എന്താ ആഡ് ചെയ്തത്? 2 ആണ് ആഡ് ചെയ്തത്. പ്ലസ് 2 ഈക്വൽ ടു 101. അങ്ങനെയാണെങ്കിൽ 3x ഇസ് ഈക്വൽ ടു 2നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ 101 മൈനസ് 2. 3x ഇസ് ഈക്വൽ ടു 101 മൈനസ് 2 എത്രയാണ്? 99. അപ്പോൾ x ഇസ് ഈക്വൽ ടു 99/3. അപ്പം x എത്രയാണ്? 33. ഓക്കെ, ഇനി 3 സബ്ട്രാക്റ്റഡ് ഫ്രം 2 ടൈംസ് എ നമ്പർ. അപ്പോൾ 2 ടൈംസ് എ നമ്പർ ഇവിടെ ഉണ്ട്. അതിൻ്റെ അകത്ത് എന്താ ചെയ്തത്? 3 സബ്ട്രാക്ട് ചെയ്തു. മൈനസ് 3 ഈക്വൽ ടു 101. അങ്ങനെയാണെങ്കിൽ 2x ഇസ് ഈക്വൽ ടു 101. ഈ 3 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? അവിടെ മൈനസ് ആണുള്ളത്. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇവിടെ പോസിറ്റീവ് ആവും. പ്ലസ് 3. 2x ഇസ് ഈക്വൽ ടു 104. x ഇസ് ഈക്വൽ ടു 104/2. അപ്പം 10ൽ എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം. 2. ഇനി ഇവിടെ 2, അപ്പോൾ 52 അല്ലേ? ഈസിയാണ്. ഇതൊക്കെ ഭയങ്കര ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 2 സബ്ട്രാക്റ്റഡ് ഫ്രം 3 ടൈംസ് നമ്പർ. 3 ടൈംസ് നമ്പർ എന്ന് പറഞ്ഞാൽ 3x. അതിൻ്റെ അകത്ത് നിന്ന് 2 സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? 101 കിട്ടി. 3x ഇസ് ഈക്വൽ ടു 101 പ്ലസ് 2. മൈനസ് ഇങ്ങോട്ട് പോയപ്പം പ്ലസ് ആയി. 3x ഇസ് ഈക്വൽ ടു 103/3. എത്രയാണ് കണ്ടുപിടിച്ചിട്ട് എഴുതാം. ഓക്കെ, എൻ്റെ വേണ്ട ഞാൻ തന്നെ എഴുതാം.
103/3 എത്രയാണ്? 3 3s are 9 ആണ്, 13 ആണ്. ഓക്കെ, 13 ഇവിടെ 3 അല്ലേ? 13 3 3s are 9 തന്നെ, അല്ല 4 3s are 12. അങ്ങനെ എന്ത് കിട്ടും? വീണ്ടും 1 വരും. അങ്ങനെ പോകും. അപ്പോൾ 34 പോയിൻറ്റ് സംതിങ് അല്ല 333 അങ്ങനെ വരാൻ മതി. 34.3. ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് പറയാൻ പോകുന്നത്. എന്താ പറയുന്നത്? സം ഓഫ് ദി 6 times a number. ഓക്കെ, 6 times a number, സം ഓഫ് ദി 6 times a number ആൻഡ് 4 is 100. വാട്ട് ഈസ് ദ നമ്പർ? അപ്പം 6 times a number ഉണ്ട്, അതായത് 6 times a number. 6 times a number എന്ന് വെച്ചാൽ 6 into x, അതും 4ഉം അതിൻ്റെ സം എന്ന് പറഞ്ഞാൽ എന്താണ്? ആഡ് ചെയ്യുക. അപ്പം 6 പ്രാവശ്യം ഒരു നമ്പറും 4ഉം കൂടെ കൂട്ടിയാൽ 100 ആണെന്നാണ് പറയുന്നത്. അപ്പം 6 പ്രാവശ്യം ഒരു നമ്പർ കൂട്ടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് 3ആയി, പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് 1 2 3 4 5 6 അങ്ങനെ 6 പ്രാവശ്യം നമ്പർ ആഡ് ചെയ്തതും. ഓക്കെ, പ്ലസ് 4ഉം എത്രയാണ് പറയുന്നത്? 100. ഇത് നമ്മൾ എങ്ങനെ എഴുതാം? നമുക്ക് ചുരുക്കിയിട്ട് 6 പ്രാവശ്യം എക്സിനെ കൂട്ടാൻ ഒന്നും പറ്റില്ല. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 6x എന്ന് പറഞ്ഞത്. 1 2 3 4 5 6 6 എക്സുകൾ പ്ലസ് 4 ഈസ് ഈക്വൽ ടു 100 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 6x ഈസ് ഈക്വൽ ടു 100 മൈനസ് 4x ഈസ് ഈക്വൽ 6x ഈസ് ഈക്വൽ ടു 96. എക്സ് ഈസ് ഈക്വൽ ടു എത്രയാണ് പറയാം? 96/6. അത് എത്രയാണ് വരിക? 16. ഓക്കെ, നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കണം? ബൈ 6 ഇട്ടിട്ട് ചെയ്യണം. ഓക്കെ, 1 6 are 6. എത്ര വരും? 3 വരും, 6 വരും. ഇനി എന്താണ്? 6 6 are 36. ഓക്കെ, ഇതിൻ്റെ അതേ ക്വസ്റ്റ്യനാണ്. പക്ഷെ നിങ്ങൾ വായിക്കുന്ന രീതിയിൽ തെറ്റ് വന്നാൽ എന്ത് പറ്റും? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇതേ രീതിയിൽ ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് വട്ടപൂജ്യം കിട്ടും. സോ നമ്മൾ ശ്രദ്ധിച്ച് വായിക്കണം. 4 times the sum of a number. 4 times the sum of a number and 6 gives 100. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? സം ഓഫ് 6 times a number and 4. ഇതും തമ്മിലുള്ളതിൻ്റെ സമ്മ് എന്നാണ് പറഞ്ഞത്. ഇവിടെ എന്താ പറഞ്ഞത്? 4 times. ഓക്കെ, ദ സം ഓഫ് എ നമ്പർ ആൻഡ് 6. ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇത് രണ്ടെണ്ണം തമ്മിലാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ 4 പ്രാവശ്യം എന്ത്? ഒരു നമ്പറിൻ്റെ നമ്പറും 6ഉം തമ്മിലുള്ള കൂട്ടിയാലുള്ള സം ഓഫ് എ നമ്പർ ആൻഡ് 6. സം ഓഫ് എ നമ്പർ ആൻഡ് 6 അതിൻ്റെ 4 times. അതാണ് 4 times. എന്താണെന്നാണ് പറയുന്നത്? 100 ആണെന്നാണ് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് എ നമ്പർ? അങ്ങനെ ചോദിച്ചാൽ എന്താ പറയുക? നമ്മൾ ഇത് ഇങ്ങോട്ടേക്ക് പോകും. അപ്പോൾ 100/4 എത്രയാണ്? 20 അല്ലേ? അപ്പോൾ എക്സ് പ്ലസ് 6 ഈസ് ഈക്വൽ ടു 20. x is equal to 20 minus 6. x is equal to 25 അല്ലേ? 25 minus 6 is equal to എത്രയാണ് വരിക? 19. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ വ്യത്യാസം എന്നുള്ളതൊന്നുകൂടെ പറഞ്ഞുതരാം. ഇവിടെ സം ഓഫ് 6 times a number and 4. സം ഓഫ് 6 times. സം ഓഫ് എന്ന് വെച്ചാൽ 6 പ്രാവശ്യം ഒരു നമ്പറും ഉണ്ട്, 4ഉം ഉണ്ട്. 6 പ്രാവശ്യം ഒരു നമ്പറും 4ഉം അതിൻ്റെ സമ്മ് 100 ആണെന്നാണ് പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത്? 4 times സം ഓഫ് എ നമ്പർ ഒരു നമ്പറും ആൻഡ് 6 അതിൻ്റെ 4 times. ഓക്കെ, 4 times. അതല്ലെങ്കിൽ ഇങ്ങനെ വായിച്ച് പോവുകയാണെങ്കിൽ 4 times എന്ത്? ഇത് സം ഓഫ് എ നമ്പർ ആൻഡ് 6. അങ്ങനെ വായിക്കുമ്പോൾ എന്താ? ആ നമ്പർ എഴുതി പ്ലസ് 6 എഴുതി ഈക്വൽ ടു 100. അങ്ങനെ നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഇനി എന്താ? അടുത്ത സെക്ഷനിൽ ഒരു ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻസ് ആണ് പറയാൻ പോകുന്നത്. എന്താ ഇവിടെ പറയുന്നത്? എ തേർഡ് ഓഫ് എ പീസ് ഓഫ് ദ റോപ്പ്. എ തേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ തേർഡ് എന്ന് പറഞ്ഞാൽ 1/3 ആണ്. ഓക്കെ, ഒരു റോപ്പ് ഉണ്ട്, അതിന് 3ആയി മുറിച്ചതിൽ ഒരു ഭാഗമാണ് എ തേർഡ് എന്ന് പറയുന്നത്. എ പീസ് ഓഫ് റോപ്പ് ഈസ് കട്ട് അവേ. ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇപ്പോൾ ഇതില്ല, ഇപ്പോൾ ഇത് രണ്ടേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കട്ട് ചെയ്ത് മാറ്റി. അപ്പം അവേ ലീവ്സ് 10 meters. ഇപ്പോൾ അത് എത്രയാണ്? 10 meters ആണ് ഉള്ളത്. അപ്പോൾ ഒറിജിനൽ ലെങ്ത്ത്, ടോട്ടൽ ലെങ്ത്ത് എത്രയായിരുന്നു? എല്ലായിരുന്നു. അതിനെ 1/3 നമ്മൾ മുറിച്ച് മാറ്റി. 1/3 മുറിച്ച് മാറ്റി പറഞ്ഞാൽ L/3 ആക്കി മുറിച്ചു. 3 ആക്കി മുറിച്ചു. അതായത് 1/3, അതായത് ഒരു L/3 എടുത്ത് നമ്മൾ എന്ത് ചെയ്തു? മാറ്റിക്കളഞ്ഞു. ഓക്കെ, ഒരു L/3 മാറ്റി കഴിഞ്ഞപ്പം
ഇവിടെ എത്ര L/3 ഉണ്ട്? 2 L/3 ഉള്ളൂ. അതിനാണ് എന്ത് 10 മീറ്റേഴ്സ് നീളമുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഇക്വേഷൻ എങ്ങനെ ഉണ്ടാക്കാം? ടോട്ടൽ ലെങ്ത് L ആണ്. ആ L നിന്ന് ഒരു L/3 നമ്മൾ മാറ്റി. L/3 എന്ന് പറഞ്ഞാൽ ഒരു L/3 നമ്മൾ മാറ്റി. അപ്പം നമുക്ക് കിട്ടിയത് 11 മീറ്റേഴ്സാണ്. അങ്ങനെയാണെങ്കിൽ L എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങോട്ടേക്ക് ഇൻറ്റു ചെയ്യാം. 3L മൈനസ് L ബൈ 3 എത്രയാണ്? 10 മീറ്റർ ആണ്. 10 മീറ്റർ ഞാൻ മീറ്റർ ഇടുന്നില്ല കേട്ടോ. അപ്പോൾ 3L മൈനസ് L ഇസ് ഈക്വൽ ടു 30 ബൈ അങ്ങോട്ട് പോകുമ്പം ഇൻറ്റു I. അങ്ങനെ 3L മൈനസ് L എത്രയാണ്? 2L ഈക്വൽ ടു 30 കിട്ടിയാൽ L എത്രയായിരിക്കും? 30 ബൈ 2 ഈക്വൽ ടു 15. L 15 ആണെന്ന് കിട്ടി. ഓക്കെ, ടോട്ടൽ ലെങ്ത് L ആണ്. അതിന് 3 എണ്ണാക്കി മുറിച്ചാൽ ഓരോ ലെങ്ത്തും എത്രയാണ്? L/3, അതായത് 1/3 L ആയതുകൊണ്ട് നമ്മൾ L/3 ആണ്. ഓക്കെ, ദെൻ ഹാഫ് ദ മിൽക്ക് ഇൻ എ ക്യാൻ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു ക്യാൻ ഉണ്ട്, അതിനകത്ത് മിൽക്ക് ഉണ്ട്. ടോട്ടൽ മിൽക്കിൻ്റെ ഞാൻ വലിയ M ആയിട്ടുള്ള M ആക്കി. ഓക്കെ, ഹാഫ് ദ മിൽക്ക് ഇൻ എ ക്യാൻ ആൻഡ് എ തേർഡ് ഓഫ് ദ റിമൈനിങ്. ഈ ക്യാൻ്റെ അകത്തുള്ള പകുതി മിൽക്കും പിന്നെ ബാക്കിയപ്പോൾ എത്രയാണ്? പകുതി, അതിൻ്റെ 1/3. ബാക്കി പകുതി ഉണ്ടായിരുന്നു, അതിൻ്റെ 1/3. ഇത്രയും നമ്മൾ ആദ്യം പോക്കി. ഇനി ബാക്കി ഇത്രയാണ് ഉള്ളത്. ഓക്കെ, ഇതാണ് പകുതി. ഇത്രയും നമ്മൾ ആദ്യം പോക്കി. ബാക്കിയുള്ളത് ഇത്ര, അതിൻ്റെ 1/3. അതിൻ്റെ 1/3 എന്ന് പറയുമ്പോൾ അതിനെ എത്ര 3 ആക്കി മുറിച്ചു. ഓക്കെ, അതിൻ്റെ 1/3 കൂടെ പോയി. അതിൻ്റെ 1/3 ഹാഫ് ആദ്യമേ പോയി. പിന്നെ ബാക്കി ഹാഫ് ഇത്രയും ആയിരുന്നു, അതിൻ്റെ 1/3 കൂടെ പോയി. അതിൻ്റെ 1/3 കൂടെ പോയി എന്ന് പറഞ്ഞാൽ ഇത്രയും പോയി. സോ ഇത്രയും മിൽക്ക് പോയി, യൂസ് ചെയ്തു. ആൻഡ് നൗ ദർ ഈസ് 5 ലിറ്റേഴ്സ് റിമൈനിങ്. ഇപ്പോൾ അവിടെ എത്രയാണുള്ളത്? ഇപ്പോൾ റിമൈനിങ് ആയിട്ടുള്ളത് 5 ലിറ്റേഴ്സ് ആണ്. അപ്പോൾ എത്രയാണ് ലിറ്റേഴ്സ് ഡിഡ് ഒറിജിനലി കണ്ടെയ്ൻ? ആദ്യം തന്നെ എത്ര ലിറ്റർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ആദ്യം തന്നെ നമുക്ക് എത്രയാണ് നമ്മൾ യൂസ് ചെയ്തു പോയതെന്ന് നമുക്ക് കണ്ടെത്താം. പകുതിയോളം നമ്മൾ ആദ്യം യൂസ് ചെയ്ത് പിന്നെ ബാക്കി പകുതിൻ്റെ 1/3 യൂസ് ചെയ്തു. അപ്പോൾ പകുതിയോളം എന്ന് പറഞ്ഞാൽ M ആണ് ടോട്ടൽ, അതിൻ്റെ പകുതി യൂസ് ചെയ്തു. അതിൻ്റെ കൂടെ എത്ര യൂസ് ചെയ്തു? ബാക്കി പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? M/2 തന്നെയാണ്. അതിൻ്റെ 1/3 യൂസ് ചെയ്തു. അതിൻ്റെ 1/3 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാണ് 1/3 ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ, അതിൻ്റെ 1/3 യൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതെത്രയാണ് ഇൻറ്റു ചെയ്താൽ വരിക? M/2 പ്ലസ് M/6. ഇത്രയാണ് നമ്മൾ യൂസ് ചെയ്തത്. എന്ന് വെച്ചാൽ 2M 2M ബൈ യു. ഇങ്ങനെ കൂട്ടാൻ പറ്റില്ല, ഇത് പൊട്ടത്തെറ്റാണ്. ഓക്കെ, എങ്ങനെ കൂട്ടണം? ഇതിനെ ഇങ്ങോട്ടേക്ക് ഇൻറ്റു ചെയ്യണം, ഇതിനെ രണ്ടിനത്തെയും കൂടെ ഇൻറ്റു ചെയ്യണം. ഓക്കെ, 6 ഇൻറ്റു M 6M. ഇവിടെ പ്ലസ് ആണെങ്കിൽ പ്ലസ്, മൈനസ് ആണെങ്കിൽ മൈനസ്. 2 ഇൻറ്റു 7 47 ഇല്ലല്ലോ, ഇത് എത്രയാണ്? 1 അല്ലേ? സോറി, ഞാൻ ഇപ്പോൾ എന്താ ചെയ്തത്? 6 1M ആണ്. ഓക്കെ, 1M. ഓക്കെ, 2 ഇൻറ്റു M 2M ബൈ 2 6 ആർ എത്രയാണ്? 12 ഇസ് ഈക്വൽ ടു എത്രയാണ് നമ്മൾ യൂസ് ചെയ്തതെന്നുള്ളത് കണ്ടെത്തുകയാണ്. അപ്പോൾ 6ഉം 2 എത്രയാണ്? 6ഉം 2 എന്ന് പറഞ്ഞാൽ 7 8M ബൈ 12 ആണ് നമ്മൾ യൂസ് ചെയ്ത മിൽക്കിൻ്റെ എണ്ണം. ഇസ് ഈക്വൽ ടു യൂസ്ഡ് 8 ബൈ ഇത് 2നെ കൊണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ 4, ഇവിടെ 6, വീണ്ടും കട്ട് ചെയ്യുമ്പോൾ 2, ഇവിടെ 3. ഓക്കെ, അപ്പം 2/3M ആണ് യൂസ് ചെയ്തത്. 2/3M നമ്മൾ യൂസ് ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് കണ്ടെത്താമല്ലോ, എന്താ ഹാഫ് നമ്മൾ യൂസ് ചെയ്ത്. പിന്നെ ഇതിൻ്റെ 1/3 യൂസ് ചെയ്ത്, 1/3 നമ്മൾ യൂസ് ചെയ്ത്. ബാക്കി എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ കണ്ടെത്താം? 1 ടോട്ടൽ 1 ആണെന്നുണ്ടെങ്കിൽ 1 മൈനസ് 1/2 വേണ്ട, ഇങ്ങനെ പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. ഓക്കെ, ഇത് തന്നെ മതി. 2/3M യൂസ് ചെയ്തു. അങ്ങനെ നമ്മൾ 2/3M ആണ് യൂസ് ചെയ്തതെന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റിമൈനിങ് എത്രയാണെന്ന് പറഞ്ഞത് 5 ലിറ്റേഴ്സാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഉള്ളത് M ആണ്. അതിൻ്റെ അകത്ത് നമ്മൾ എത്ര യൂസ് ചെയ്തു? 2/3M യൂസ് ചെയ്തു. അങ്ങനെ നമുക്ക് ബാക്കിയുള്ളത് 5 ലിറ്റേഴ്സാണ്. അപ്പം ആ ഇക്വേഷൻ നമുക്ക് കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം? ഇതും വലിയ M തന്നെയാണ് കേട്ടോ, കുഞ്ഞ് M ഒന്നല്ല. സോ നമുക്ക് ഇങ്ങോട്ട് എന്ത് ചെയ്യാം? 3M മൈനസ് 2M ബൈ 3ൻ്റെ അടിയിൽ ഒന്നും ഇൻറ്റു ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 3 തന്നെ ഇട്ട് കൊടുക്കുക. ഈക്വൽ ടു 5.
3m മൈനസ് 2m എത്രയാണ്? ഈക്വൽ ടു 3 × 5 15. അപ്പോൾ 3m മൈനസ് 2m എത്രയാണ്? വെറും m, അതായത് 3m 2m കുറച്ചാൽ 1m ഈക്വൽ ടു 15 തന്നെയാണ്. ഓക്കെ, m ഇസ് ഈക്വൽ ടു 15. ആദ്യം ഉണ്ടായിരുന്നത് എത്ര ലിറ്ററാണ്? 15 ലിറ്ററോളം മിൽക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.